ലക്കി ജിം, കിങ്സ്ലി എംഎസിൻ്റെ ലക്കി ജിം എന്ന് പറഞ്ഞ പുസ്തകത്തിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ശരിക്കും ഒരു ഫണ്ണി സ്റ്റോറിയാണ് കേട്ടോ ഇത്. അതൊരു ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ്റെ പേരാണ് ജിം ഡിക്സൺ. അയാളൊരു യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യാണ്. അയാളുടെ കഥയാണ് ലക്കി ജിം. ഓക്കെ, ഈ ജിമ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജിമ്മ് ചെയ്യുന്ന ജോലി ഇഷ്ടമല്ല. കാരണം ജിം ഒരു ക്ലംസി ആയിട്ടുള്ള ആളാണ്, എന്ത് ചെയ്താലും പ്രശ്നം, അങ്ങനത്തെ ഒരാളാണ്. ആൻഡ് ഹീ ഡസൻറ്റ് ഓൾവേസ് സേ ദ റൈറ്റ് തിങ്സ്. ശരിയായ കാര്യങ്ങൾ ആൾ പറയില്ല, അതുകൊണ്ട് ആൾക്കാരുടെ ജോലി ഇഷ്ടമല്ല. ഈ വ്യക്തി ആളുടെ ബോസിനെ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അയാളുടെ ജോലിയിൽ നിലനിൽക്കാൻ ആയിട്ട് ആൾ ശ്രമിക്കുകയാണ്. പക്ഷേ ആൾ ചെയ്യുന്നത് മൊത്തം തെറ്റായി പോവാണ്. ഹീസ് എ ക്ലംസി മാൻ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ജിമ്മിനെ പറ്റി പറയുകയാണെങ്കിൽ ജിമ്മിൻ്റെ ലവ് ലൈഫും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ക്രിസ്റ്റീൻ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് ആൾ വീഴാണ്. ലാസ്റ്റ് ഈ എല്ലാ ബഹളത്തിൻ്റെ ഇടയ്ക്ക്, ഡെസ്പൈറ്റ് ഓൾ ദ കെയോസ്, ജിം എന്ന് പറയുന്ന ആൾ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ആളാണ്. ആൾക്ക് സന്തോഷിക്കണമെങ്കിൽ ആൾ ബുദ്ധിപരമായ രീതിയിൽ ആളുടെ സന്തോഷം ആൾ കണ്ടെത്തും. ആളുടെ ബെറ്റർ ഫ്യൂച്ചർ ഭയങ്കര ക്ലവറായിട്ട് ചിന്തിച്ച ആൾ കണ്ടെത്തും. ഈ കഥ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് തെറ്റായ കാര്യങ്ങൾ നടന്നാലും യു ക്യാൻ സ്റ്റിൽ ഫൈൻഡ് യുവർ വേ വിത്ത് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ലക്ക് ആൻഡ് ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ. കാര്യങ്ങൾ തെറ്റായി നടന്നാലും ഇത്തിരി ഹ്യൂമർ സെൻസ് ഉണ്ടെങ്കിൽ, ഇത്തിരി ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വഴി കണ്ടെത്താം. അതാണ് ഈ കഥ.